ഈശ്വര, ഞാൻ ഊഹിച്ചത് ശരിയായിരുന്നു. കിലോ തക്കാളി. എന്നോട് ക്ഷമിക്കണം. ഇതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. സർ, വിഷമിക്കരുത്. ഇന്നലെ സാർ കയറി വന്നപ്പോ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയിരുന്നു. ഇന്ന് രാവിലെ സാറിന്റെ പോക്കറ്റിൽ നിന്ന് പച്ചക്കറി എടുത്തതിന്റെ ലിസ്റ്റും കിട്ടിയിരുന്നു. സാർ ഏത് തൊഴിലും നല്ലത് തന്നെയാ. പക്ഷെ സാർ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാ. ആ രീതിയിലൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് അത് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു ജോലി നോക്കിയാ പോരെ. എനിക്ക് അടുത്ത കാലത്തൊന്നും ഒരു ഓഫീസ് ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. ഏകദേശം എല്ലാ സ്ഥാപനങ്ങളിലും അമ്മയുടെ കോള് ചെന്നിട്ടുണ്ട്. പിന്നെ ജഗന്നാഥനും എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ഈ ജോലി എനിക്ക് ശീലാവും. പിന്നെ എന്തോ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നിക്ക്, ഞാൻ തീരുമാനിച്ചു. താൻ എന്നെ പിന്മാറാൻ നിർബന്ധിക്കരുത്. ഏതായാലും താൻ തിരിച്ചു വെക്കോ. തൽക്കാലം ഇത് ആരും അറിയണ്ട. എന്നാ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? സാറിനൊപ്പം പച്ചക്കറി വിൽക്കാൻ ഈ ഞാനും നിൽക്കുന്നു. ശമം, വെറുതെ തമാശ പറയല്ലേ. താൻ വീട്ടിൽ പോയേ. തമാശയോ? 100% സത്യസന്ധമായിട്ടാ ഞാൻ പറഞ്ഞത്. സാറിനൊപ്പം ഞാനും നിൽക്കുക. ആദ്യം എല്ലാത്തിന്റെയും വിലയൊക്കെ ഒന്ന് പറഞ്ഞതാ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിപ്പോ ശ്യാമ വെറുതെ വാശി കാണിക്കില്ലേ ശ്യാമേ. വിട് ശ്യാമേ.
എന്ത് ഗുളികയമ്മേ? ഏയ് ഒന്നുമില്ല മോളെ, ഉറങ്ങാനായിട്ട്. ഒരു സമാധാനം കിട്ടുന്നില്ല. ഒന്ന് കണ്ണടഞ്ഞു വരുമ്പോഴേക്കും എന്തെങ്കിലും സ്വപ്നം കാണും, പിന്നെ പുലരുവോളം കണ്ണു തുറന്നു കിടക്കും. ഒരു ഗുളിക കഴിച്ചാൽ പിന്നെ സ്വപ്നം കാണാതെ ഉറങ്ങാം. അമ്മേ, എന്ത് സ്വപ്നം കാണുന്നേ? എന്റെ മോനെ തന്നെ, ആക്കി അടുത്തു വരുന്നതൊക്കെ. ഞാൻ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റിയ അവസരം. അമ്മേ, എന്താ മോളെ? അമ്മയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. അഖി ഇവിടെ വേണം. പക്ഷെ അഖിയാണെങ്കിൽ ശ്യാമയെ വിട്ട് വരികയില്ല. അമ്മേ, ശ്യാമയെ വിട്ട് അഖിലിനെ ഇങ്ങോട്ട് വരുത്താൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ. സാധിക്കില്ല മോളെ. അഖി ശ്യാമയെ വിട്ടു വരില്ല, ഉറപ്പാ. ശ്യാമയെ വിട്ട് വന്ന ഞാൻ എങ്ങനെയെങ്കിലും അഖിയെ കൊണ്ടുവന്ന എങ്കിൽ മോൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരും, ഉറപ്പാ. അമ്മേ, ഞാൻ വിലപേശുമല്ല. ഞാൻ ഒരാഗ്രഹം കൊണ്ട് ചോദിക്കുക. എന്താ മോളെ? എന്നെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കുമോ അമ്മേ? എന്നെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് എത്തിച്ച അമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. സ്ഥാനത്തിന് വേണ്ടി ഞാൻ വെറുതെ പറയല്ല, ഞാൻ വാക്ക് പാലിക്കും. എൻ്റെ ആഗ്രഹവും അമ്മയുടെ ആഗ്രഹവും സാധിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് വിലപേശലല്ലെന്ന്. ഇനി അഥവാ വിലപേശലായാൽ തന്നെ എനിക്കതൊരു പ്രശ്നമല്ല. ദാ, ഞാൻ വാക്ക് തരിക. എത്രയും പെട്ടെന്ന് മോളെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കും. നാളെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കും. ബാക്കിയൊക്കെ മോള് കണ്ടോ. മോള് പൊയ്ക്കോ. ശരി, ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ്. സർ, സർ, എന്താ പച്ചക്കറി കച്ചവടത്തിന് ഞാനും കൂടി ഇറങ്ങിയത് ആലോചിച്ചിരിക്കുകയാണോ? അതെ, അത് തന്നെയാണ് ആലോചിക്കുന്നത്. തന്നെ കഷ്ടപ്പെടുത്തില്ല, വെയില് കൊള്ളിക്കില്ല എന്നൊക്കെ വലിയ വാചകം അടിച്ചിട്ട് എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? ഞാൻ സാറിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? സാർ എവിടെ പോയാലും ഞാൻ നിഴല് പോലെ കൂടെ വരുമെന്ന്. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് സാർ പച്ചക്കറി എടുത്തതിന്റെ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയതാ. ജോലി കിട്ടിയെന്ന് പറഞ്ഞ് സാർ ഇന്നലെ വന്ന് കയറിയല്ലോ. അപ്പൊ തന്നെ വെയിൽ കൊണ്ടതിന്റെ ഒക്കെ ക്ഷീണം വ്യക്തമായിട്ട് കാണായിരുന്നു. ജയന്തി അടുത്ത് പറഞ്ഞില്ലേ അധ്വാനിക്കാതെ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച്? അപ്പോഴാ തീർച്ചപ്പെടുത്തിയത് എന്ത് ജോലിയും ചെയ്യുന്ന. ഏത് തൊഴിലും നല്ലത് തന്നെയാ സാർ. പക്ഷേ ചില ജോലികൾ ചെയ്യാൻ സാറിനെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. നമുക്ക് ഒന്നിച്ചു നിൽക്കാം സാർ. ഒരു കൂട്ടുള്ളപ്പോ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ളൊരു ശക്തി കിട്ടും. ആ പഴം കിടക്ക്.
നടക്കട്ടെ. കാരണേ ആനന്ദേട്ടാ, കമ്പനിയിൽ വേക്കന്റ് ആയി കിടക്കുന്ന പോസ്റ്റിലേക്ക് സ്റ്റാഫിനെ എടുക്കണ്ടേ? വേക്കൻ്റായി കിടക്കുന്ന ഏത് പോസ്റ്റ്? ശ്യാമ പോയ ആ പോസ്റ്റ്, വൈസ് ചെയർപേഴ്സൺ. അല്ലമ്മേ, ആ പോസ്റ്റിലേക്ക് അത്യാവശ്യപ്പെട്ട ആളെ എടുക്കണോ? ശ്യാമയാക്കി രാജിവെച്ചു, ശരി തന്നെ. പക്ഷെ പ്രഷർ ചെയ്ത് അവരെ തിരികെ കൊണ്ടുവരണം. അതെന്തിനാ? അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കമ്പനിയിലെ സ്ഥാനവും ആനുകൂല്യവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് രാജിക്കത്തെഴുതിയതല്ലേ? കമ്പനിയെ നമ്മളെയൊക്കെ അവഹേളിക്കും പോലെ ഒരു ഷോ അല്ലേ അവര് കാണിച്ചേ? അല്ല, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ രാജിവെച്ചു. പക്ഷേ അരുണേ, ഞാനും ആനന്ദേട്ടനുമാ സംസാരിക്കുന്നത്. ശ്യാമയാക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരെന്നേക്കുമായി രാജിവെച്ചതല്ലല്ലോ. അവരെ തിരികെ കിട്ടുക എന്ന് വെച്ചാൽ കമ്പനിക്ക് നേട്ടമാ. അങ്ങനെ നമ്മൾ തോറ്റുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളൊന്നും വേണ്ട. പുതിയ ആളിനെ എടുക്കണം. അല്ല, ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണത്. പുതിയ ആളെ എടുക്കണമെങ്കിൽ കൃത്യമായ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ നടത്തണം. അതൊരു പ്രോസസ്സാണ്. ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞൊരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഐശ്വര്യ, ഒരു മത്സരത്തിൽ ഒന്നാമതെത്തിയ ആള് ഡിസ്ക്വാളിഫൈഡ് ആയാൽ രണ്ടാമതെത്തിയ ആളിനാണ് അംഗീകാരം. ഐശ്വര്യ രണ്ടാമതെത്തിയ ആളാ. കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഐശ്വര്യ ആ സീറ്റിലേക്ക് കൊണ്ടുവരാം. നോ, ഇതുപോലൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ വെച്ച് തീരുമാനിക്കേണ്ടതല്ല. ശ്യാമയെ നിയമിക്കാൻ തീരുമാനിച്ചത് ഇവിടെ അടുക്കളയിലാ, പാചക മത്സരത്തിൽ. അപ്പോ ഐശ്വര്യ നിയമിക്കുന്നത് ഡൈനിങ് ടേബിളിൽ വെച്ചാവാം. അമ്മേ, വേണ്ട. അച്ഛനെ നിർബന്ധിക്കണ്ട. ആദ്യം മുതൽ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. എനിക്കൊരു നേട്ടം വരുന്നത് ഈ വീട്ടില് ആർക്കും ഇഷ്ടമല്ല. എന്റെ ഭർത്താവിന് പോലും. ഇതങ്ങനെ സെന്റിമെന്റലാക്കേണ്ട ഇഷ്യൂ ഒന്നുമല്ല. കഴിവനുസരിച്ചാ ഈ പോസ്റ്റിൽ ആളെ നിയമിക്കേണ്ടത്. എനിക്ക് എന്ത് കഴിവാ ഇല്ലാത്തത്? മിസ് കേരളയാ ഞാൻ. കേരളത്തിലെ ഏറ്റവും മിടുക്കിയായ പെണ്ണാവണെങ്കിലേ എന്തൊക്കെ മത്സരങ്ങളെ ജയിക്കണമെന്നറിയോ? സൗന്ദര്യത്തിൽ മാത്രമല്ല, ബുദ്ധിയിലും യുക്തിയിലും ഒക്കെ മിടുക്ക് തെളിയിക്കണം. ഈ വീട്ടില് ആരും എന്റെ കഴിവൊന്നും കാണുന്നില്ല, കണ്ടാലും അംഗീകരിക്കുന്നില്ല. മരുമക്കളെയൊക്കെ പല പല തട്ടിലാ കാണുന്നേ.
അമ്മയെ അവഹേളിച്ച ശ്യാമയാ പലരുടെയും പ്രിയപ്പെട്ട ആള്. എന്റെ ജീവിതം ഈ വീടിന്റെ 4 ചുവരിനുള്ളിൽ തീരും. ഐശ്വര്യ കരയാതെ. ഡാ, എങ്ങനെ കരയാതിരിക്കും? എന്റെ ഭർത്താവിന് പോലും എന്നെ വേണ്ട. ആ ജഗന്നാഥിന്റെ മകളെ അരുൺ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോയേനെ. ആ കുട്ടി ആത്മഹത്യ ചെയ്തതുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നത്. ഐശ്വര്യ, മതി. പറഞ്ഞ് വിഷയം വല്ലാതെ മാറണ്ട. വിഷയം മനഃപൂർവ്വം മാറ്റിയെന്നറിയാം, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. ഐശ്വര്യ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം. ഡാ, അരുണേ. അരുൺ കഴിച്ചിട്ട് പോ. മതി. ഐശ്വര്യ, വർമ്മ സ്പൈസസിന്റെ പുതിയ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഐശ്വര്യ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് തന്നെ ചാർജ് എടുത്തു. അല്ല ചാ, ഇനിയൊന്നും ആലോചിക്കാനില്ല. ചെയർമാന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാ ഈ നിയമനം. ഐശ്വര്യ, ഓൾ ദ ബെസ്റ്റ്. കമ്പനിക്ക് നല്ല സേവനം നൽകുക, അതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു അച്ഛാ. ഞാൻ ഇന്ന് തന്നെ ചാർജ് എടുക്കും. അരുൺ. എന്താടാ? ഏയ്, ഒന്നുമില്ല. നിക്ക്. എനിക്കറിയാം, എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. ഏയ്, ഒന്നുമില്ല ഏട്ടാ. ഞാൻ 1-2 ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞേ. നിന്റെ മനസ്സ് ഈ ലോകത്തൊന്നുമല്ല. മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ച് എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നീ ഒന്നും അറിയുന്നില്ല, ഒന്നും അന്വേഷിക്കുന്നുമില്ല. എന്തു പറ്റി? എന്താടാ? ഏയ്, ഒന്നുമില്ല. ഐശ്വര്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഐശ്വര്യമായിട്ട് പുതിയ ഇഷ്യൂസ് ഒന്നുമില്ല, പണ്ടത്തെ കാര്യങ്ങളേ ഉള്ളൂ. ആ, ഐശ്വര്യയാണ് പുതിയ വൈസ് ചെയർപേഴ്സൺ, അതറിഞ്ഞല്ലോ അല്ലേ? ആ, പറയുന്നത് കേട്ടു. എന്താടാ, നിനക്കൊട്ടും താല്പര്യമില്ലാത്ത പോലെ? ഏയ്, പോട്ടെ. അഖിലിനെ കുറിച്ച് നീ ചോദിച്ചോ? ഇല്ലല്ലോ. അഖിലും ശ്യാമയും എങ്ങനെ കഴിയുന്നു, അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അതൊന്നും നീ ചോദിച്ചില്ല. നമ്മുടെ അനിയനല്ലടാ അവൻ. നമ്മുടെ ഏത് കാര്യത്തിനും കൂടെ നിന്നവനല്ലേ അവൻ. ഒടുവിൽ അവനൊരു പ്രശ്നം വന്നപ്പോ കൈ വിട്ടതുപോലെ ആയില്ലേ? ഏട്ടാ, ഞാൻ ശ്യാമയെ കണ്ടിരുന്നു, ഇങ്ങോട്ട് വരാൻ വിളിക്കുകയും ചെയ്തു. ഓ ശരി, ഒരു ദിവസം വിളിച്ചു. പിന്നീടോ? ഒരൊറ്റ ദിവസം കൊണ്ട് ശ്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചോ? അല്ല, അത് പിന്നെ എനിക്ക് ഉറപ്പുണ്ട് നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താടാ? എന്തായാലും നീ തുറന്നു പറ, ഇത് മറ്റാരും അറിയാൻ പോകുന്നില്ല. ഏയ്, ഒന്നുമില്ല. ഏട്ടനിങ്ങനെ
ഓരോന്ന് ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എടാ ഒന്നുമില്ല ഏട്ടാ. ഇവൻ ഇനി എന്തെങ്കിലും രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?